ദേശീയ രോഗപ്രതിരോധ ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആദരണീയ പ്രധാനമന്ത്രി ഇന്ത്യയിൽ കുട്ടികളിലും കോവിഡ് വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 15 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കോവാക്സിൻ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരുന്ന ആളുകളിൽ അതിൽ താഴെ ഉള്ള കുഞ്ഞുങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് ഉപയോഗിക്കാനാവും സാധ്യത. പല വാക്സിനുകളും ഇന്ത്യയിൽ കുഞ്ഞുങ്ങളിലുള്ള പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ ഉപദേശക സമിതിയുടെ നിലപാടുകളോട് ഇത്തിരി വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ ആ നിലപാടുകൾ ചിലപ്പോൾ വാക്സിൻ വിരുദ്ധർ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നിലപാടുകൾക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടിത്തറയില്ല. അതുപോലെ തന്നെ ഇതിൽ ദേശീയ വിരുദ്ധതയുമില്ല. തികച്ചും അതിൻ്റെ ശാസ്ത്രീയ വശം മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ നിലപാട് എന്താണെന്ന് പറയാം. 20 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കോവിഡ് വാക്സിൻ ഇപ്പോൾ ആവശ്യമില്ല. അഥവാ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഹൈറിസ്ക് കാറ്റഗറിയില്ല, ഹൈസ്റ്റ് റിസ്ക് കാറ്റഗറിയില്ല, വളരെ ചെറിയ എണ്ണത്തിൽ മാത്രമായി ഒതുക്കണം. ഇതാണ് എൻ്റെ നിലപാട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഈ ഒരു വാദഗതിയുടെ അടിസ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വാക്സിൻ കുട്ടികളിലും കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുടെ വാദഗതി ഇതാണ്. പ്രായമുള്ളവരിൽ ഇത്രയേറെ മരണം സാധ്യതയുള്ള കേസ്, കുഞ്ഞുങ്ങളിലും അത്തരം ഒരു സാധ്യതയുണ്ടാവുമ്പോൾ അവരുടെ ജീവൻ വെച്ച് പന്താടുന്നത് ശരിയാണോ? 50 കോടിയോളമാണ്, 40% ഇന്ത്യയിലെ 20 വയസ്സിന് താഴെയുള്ളവർ. അപ്പോൾ അവരുടെ ജീവനും വിലയില്ലേ? രണ്ടാമത്തെ വാദം, ഈ പറഞ്ഞ പ്രായക്കാർക്ക് ചിലപ്പം വളരെ കുറവേ അസുഖങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, മരണങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, വിരലിനുണ്ടാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പക്ഷേ അത് വളരെ ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ അവരിലേക്ക് രോഗാണു എത്തുന്നുണ്ടല്ലോ. ഈ രോഗലക്ഷണമില്ലാത്ത അവരിൽ പോകുമ്പോൾ അവരിലൂടെ പ്രായമുള്ളവരിലേക്ക് എത്താനൊരു വഴിയൊരുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെ തടയേണ്ടതില്ലേ? ഈ 2 വാദങ്ങളാണ് ഈ വാക്സിൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇത് വളരെ ന്യായമുള്ള വാദങ്ങളാണ്, ഇതിന് എതിരെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് തോന്നാം. അപ്പോൾ എന്താണ് ഇതിനുള്ള വിശദീകരണം? പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളിലും പ്രായമുള്ളവരിലും കോവിഡ് ബാധിക്കുമ്പോൾ ഏത് രീതിയിലാണ് അത് രോഗത്തിലേക്ക് നയിക്കുന്നത്, മരണത്തിലേക്ക് പോകുന്നത് എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രായമുള്ളവരിൽ പ്രായത്തിനനുസരിച്ചിട്ടാണ്. വളരെ ചെറിയ പ്രായമുള്ളവരിൽ മിക്കവാറും അസുഖങ്ങൾ രോഗലക്ഷണം ഒന്നുമില്ലാതെ തന്നെ 60 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ, ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ 2 to 3% അതിലും താഴ്ന്നു വന്നിരിക്കുന്നു ഒടുവിലാകുമ്പോഴത്തേക്ക്. എങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടാണ് അത്യാഹിത വിഭാഗത്തിൽ പെടുന്നതും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും വെന്റിലേഷനിലും സിവിയറിറ്റിയും മരണമൊക്കെ. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് 95% ലക്ഷണമില്ലാതെ പോവുകയാണ്. അതിൽ ലക്ഷണമുള്ളവർ വളരെ മൈൽഡായിട്ട് ലക്ഷണം 5%, ഹോസ്പിറ്റലൈസേഷൻ വരുന്നത് ചിലപ്പോൾ 1% ആയിരിക്കും, ICUയിൽ പോകുന്നത് വളരെ ചെറിയ എണ്ണമാണ്. മരണം സംഭവിക്കുന്നത് ലക്ഷത്തിൽ 1 തൊട്ട് ചിലപ്പം 8 വരെയാണ് ലക്ഷത്തിൽ. അപ്പോൾ
അവിടെ ആ മരണങ്ങൾ പലതും സംഭവിക്കുന്നത് മറ്റേതെങ്കിലും അസുഖമുള്ള കുട്ടികളിലാണ്. അപ്പോൾ ലക്ഷത്തിൽ ഒരു മരണമോ അത്രയൊക്കെ സാധ്യതയുള്ളൂ. കോവിഡ് രോഗതീവ്രത പ്രായമുള്ളവരിലും കുട്ടികളിലും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രോഗത്തിനെതിരെയുള്ള നീക്കങ്ങളും അതുമാതിരി തന്നെയാണ് കണക്കിലെടുക്കേണ്ടത്. അതിൻ്റെ ചികിത്സയാവട്ടെ, അതുപോലെ തന്നെ അതിനെതിരെയുള്ള മരുന്നുകളും വാക്സിനുകളും പ്രായമുള്ളവരിലെങ്ങനെയോ അതിന് സമാനമായ രീതിയിൽ തന്നെ വേണം എന്ന് പറയുന്നത് ശരിയാവില്ല. അതിൻ്റെ കാരണവും ഇത് രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. പ്രായമുള്ളവരിൽ നമുക്കറിയാം, ഒരു രോഗാണു കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗതീവ്രത ഉണ്ടാവാൻ സാധ്യതയുള്ള ചിലരിൽ, പ്രത്യേകിച്ചും അതായത് പ്രായമുള്ളവരിൽ, പ്രമേഹമുള്ളവരിൽ, ക്യാൻസർ രോഗികളിൽ, രക്താതിമർദ്ദമുള്ളവരിൽ, തടി കൂടുതലുള്ളവരിൽ, അവരിലൊക്കെ ആദ്യഘട്ടത്തിൽ 5-6 ദിവസം വരെ പനിയായി മാറി. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ 5 തൊട്ട് ഏകദേശം 3 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ കേട്ടിരിക്കുന്ന രോഗതീവ്രതയും ICU അഡ്മിഷനും വെന്റിലേറ്ററും ഓക്സിജൻ കുറയുന്നതും. ആ കഥകളൊക്കെ ഈ 3 ആഴ്ചകൾക്കുള്ളിലാണ്. അത് നമ്മുടെ പ്രതിരോധ ഘടകങ്ങളിൽ അതിൽ സൈറ്റോകിൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ കുഞ്ഞുങ്ങളിൽ ഒരു രോഗാണുബാധയുണ്ടാവുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞു 99% പ്രശ്നമില്ലാതെ പോകുന്നു. അതിലുള്ള 1% കുട്ടികളിൽ മാത്രമാണ് തീവ്രാവസ്ഥയിലേക്ക് പോകുന്നത്. അത് പ്രായമുള്ളവരിൽ സംഭവിക്കുന്ന രീതിയിലല്ല, തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇതിന് തീവ്രത പോകുന്നത്? ഒന്ന്, രോഗാണു ബാധിച്ച ആദ്യ നാളുകളിൽ തന്നെ 5, 6, 7 ദിവസങ്ങൾക്കുള്ളിൽ രോഗാണുബാധ കൊണ്ട് ചിലപ്പം, പ്രത്യേകിച്ചും മറ്റെന്തെങ്കിലും അസുഖമുള്ള കുട്ടികളിൽ ഈ ന്യൂമോണിയ, അത് കോവിഡ് ന്യൂമോണിയ എന്ന് പറയുന്ന രീതിയിൽ തീവ്രമായ അവസ്ഥയിലേക്ക് പോകാം. പക്ഷെ അതിൻ്റെ എണ്ണം മൊത്തം തീവ്രതയിൽ 2% മാത്രമാണ്. അപ്പോൾ കോവിഡ് കൊണ്ട് കുട്ടികൾ മരണം സംഭവിക്കുന്നില്ലേ? അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടാമത്തെ രീതിയിലാണ്. MIS-C, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ കാരണം ആ രീതിയിലാണ് 98% മരണം സംഭവിക്കുന്നത്. ഈ മരണം നമ്മൾ പറയുന്നത് അത്രയേറെയൊന്നും എണ്ണമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കേരളത്തിലിപ്പം 50 ലക്ഷത്തിന് മേലെ കോവിഡ് പോസിറ്റിവിറ്റി ഉണ്ടായപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പുള്ള കണക്കാണ്. ഏകദേശം 75ഓളം കുട്ടികളാണ് നമുക്ക് മരണപ്പെട്ടത് 20 വയസ്സിന് താഴെ. അതിൽ 65ഓളം കുട്ടികൾക്ക് ഇതര അസുഖങ്ങളുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായിട്ട് മരണമടഞ്ഞത് ഏകദേശം 10 കുട്ടികളോളമാണെന്ന് മനസ്സിലാക്കാം. അത്രയും ചെറിയ എണ്ണം 0.0008 അല്ലെങ്കിൽ 2 ആ റേഞ്ചിലെ ആണ് മരണം. അപ്പോൾ ഇതെന്താണ്, ഏത് രീതിയിലാണ് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വാക്സിനെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ പ്രയോഗിക്കുന്നതിന് എതിരഭിപ്രായം പറയുന്നതിന് ഈ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നതിൻ്റെ അടിസ്ഥാന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ MIS-C എന്ന് പറയുന്ന രീതിയിലാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന മരണം എന്ന് പറഞ്ഞു. അത് ഏത് രീതിയിലാണ്? രോഗാണുബാധയുണ്ടായ കുട്ടികൾ, അത് രോഗലക്ഷണങ്ങളില്ലാത്ത 95% ആയിക്കോട്ടെ, രോഗലക്ഷണം വന്നവരൊക്കെ 2 തരത്തിലുള്ള കുട്ടികൾക്കും രോഗം വന്ന് മാറി ഏതാണ്ട് 2 മുതൽ 8 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിലാണ്. അത് നമ്മുടെ രോഗാണുവിൻ്റെ എതിരെ രോഗപ്രതിരോധ ഘടകങ്ങൾ ആൻറ്റിബോഡി ഉയർന്നു വന്നതിന് ശേഷം, രോഗാണു പലപ്പോഴും ശരീരത്തിൽ നിന്ന് ഇല്ലാതെയായ ശേഷം, RT-PCR നെഗറ്റീവായ കേസുകളാണ് ഈ പറഞ്ഞ 90% കുട്ടികളും MIS-C-യിലേക്ക് പോകുന്ന അവസരത്തിൽ. അപ്പോഴത്തേക്കും
ഈ രോഗാണുവിനെതിരെ പ്രതിരോധ ഘടകങ്ങൾ ഉയർന്നു വന്ന് അവർക്കാണ് ഈ രോഗാവസ്ഥ ഉണ്ടാവുന്നത്. ഹൃദയത്തെ ബാധിക്കുന്നു, രക്തക്കുഴലുകളെ ബാധിക്കുന്നു, ഇതര അവയവങ്ങളൊക്കെ ബാധിക്കുന്നു. അത്തരത്തിലാണ് രോഗതീവ്രതയിലേക്ക് പോകുന്നത്. അപ്പം അത് രോഗാണുവിനെതിരെയുള്ള പ്രതിരോധ ഘടകങ്ങൾ ഉയർന്നു വന്നതിന് ശേഷമാണ്. ആദ്യം പ്രായമുള്ളവർക്ക് വന്ന 5-ാം ദിവസം തൊട്ട് വരുന്ന 3 ആഴ്ചയുള്ള സൈറ്റോകിൻ സ്റ്റോം അല്ല, ഇത് വ്യത്യസ്തമായിട്ടുള്ളതും ഇത്തിരി സമയമെടുത്തതിന് ശേഷവും പ്രതിരോധ ഘടകങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഒരു കാര്യം പറയുക, ഇത്രയും ചെറിയ എണ്ണത്തിലാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരവസ്ഥ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ ഇവരിൽ 95% നമുക്ക് ചികിത്സിച്ച് മാറ്റാനുമാവും. ഇപ്പം വില കൂടുതലുള്ള IV ഗാമ ഗ്ലോബുലിൻ, മീഥൈൽപെൻഡിസോളോൺ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അവരിൽ മരണമില്ലാതെ രക്ഷിക്കാനും നമുക്കാവും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു കുട്ടിയെ രക്ഷിക്കാൻ ഏകദേശം ഒരു കുട്ടിക്ക് 2 ഡോസാണ് നമ്മളിപ്പം വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ 2-3 ലക്ഷം ഡോസുകൾ വാക്സിൻ കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടിയെ നമുക്ക് രക്ഷിക്കാനാവുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള രോഗം വന്ന ഒരു കുഞ്ഞിനെ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ ചികിത്സിച്ച് മാറ്റാനും ആവും. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കാൻ ഉള്ള രീതി ഇവർക്ക് പ്രതിരോധ വാക്സിൻ കൊടുത്തുകൊണ്ടല്ല, ജനങ്ങളുടെ ഇടയിൽ അവബോധം വളർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മരണസാധ്യതയുള്ള അപൂർവ കേസുകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ നമ്മൾ കൊണ്ടുവരികയും നമ്മൾ ചികിത്സാലയങ്ങളിൽ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ഇതിൻ്റെ ശരിയായ രീതി. അല്ലാതെ ഇത്രയും എണ്ണം കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുകയല്ല എന്ന് പറയാൻ കാരണം. ഇനി വാക്സിനേഷന് വേണ്ടി വാദിക്കുന്നവരുടെ രണ്ടാമത്തെ വാദം, നിങ്ങൾ പറയുന്നു രോഗം വളരെ അപൂർവമാണ്, അവിടെ വാക്സിനേഷൻ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം കൂടി, ഇത്രയേറെ എണ്ണം കുട്ടികളിലേക്ക് വൈറസ് ചെന്നെത്തുമ്പോൾ അവരിലൂടെ പ്രായമുള്ളവരിൽ എത്താൻ സാധ്യതയില്ലേ? അപ്പോൾ അവർ വാക്സിൻ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാനാവില്ലേ? ഇല്ല. കാരണം ഇന്ന് നമുക്കറിയുന്ന ഒരു വാക്സിൻ പോലും, ഏറ്റവും നമ്മൾ കൂടുതൽ അറിയുന്ന വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന mRNA വാക്സിനുകൾ പോലും ഈ ഇൻഫെക്ഷനെതിരെ ഒരു പ്രതിരോധം നൽകുന്നില്ല. എല്ലാ വാക്സിനുകളും തീവ്രാവസ്ഥയോ മരണമോ കുറക്കാൻ സഹായിക്കുന്നുവെങ്കിലും സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി പകരുന്നില്ല. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്സിനുകൾക്കും ബാധകമാണ്. അതായത് വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങൾക്ക് രോഗം പകർന്നു കിട്ടാനും അവരിൽ രോഗാണു വസിക്കാനും അവർ മറ്റുള്ളവർക്ക് രോഗം കൊടുക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വാക്സിൻ എടുത്തത് കൊണ്ട് ഈ MIS എന്ന് പറയുന്ന തീവ്രാവസ്ഥയെ നമ്മൾ തടഞ്ഞു നിർത്താനാവുമോ? അതാണ് വളരെ വലിയൊരു വാദം. നമ്മൾക്ക് ഈ MIS അസിംപ്റ്റമാറ്റിക് കേസുകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാത്ത ഒരവസ്ഥയിൽ വാക്സിൻ കൊടുത്തഞ്ഞാലും ഇൻഫെക്ഷൻ ഉണ്ടാവാം, അത് MIS-ലേക്ക് നീങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പ് നൽകാനാവില്ല. ഇനി പറയാം, ഇന്നത്തെ വാക്സിനുകളിൽ കുഞ്ഞുങ്ങളിൽ പ്രയോഗിച്ചിട്ട് ഉള്ള അതിൻ്റെ കുറേ നാളുകളായി നമ്മൾ അറിയാം. അമേരിക്കയിൽ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വേറെ നാളുകളായി ദശലക്ഷക്കണക്കിന് ഈ വാക്സിനുകൾ mRNA വാക്സിനാണ് കൊടുത്തു തുടങ്ങിയിട്ട് കുറേ ആയല്ലോ കാലം. ആദ്യഘട്ടത്തിൽ 12 വയസ്സിന് മേലെയുള്ളവർക്ക് വാക്സിൻ കൊടുത്തു. അന്ന് കുറച്ച് കേസുകളിൽ ഒരു ഹൃദയത്തെ ബാധിച്ചതായി ട്രാൻസിയൻറ്റ് മയോകാർഡൈറ്റിസ്, അത് ഹൃദയത്തിൻ്റെ മസിലുകളെ ബാധിക്കുന്നു. പക്ഷേ എല്ലാ കേസുകളിലും മയോകാർഡൈറ്റിസ് നിന്ന് മാറി, ട്രാൻസിയൻ്റ് ആയിരുന്നു, അതുകൊണ്ട് മാത്രം മരണം സംഭവിച്ചില്ല, അതുകൊണ്ട് തികച്ചും സുരക്ഷിതമാണ്, ഗോ ഹെഡ് എന്ന് പറയുകയും അത്തരത്തിൽ
ഈ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് പേർക്ക് യു എസിലും കുറേ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് വിശ്വസിച്ച് നമുക്കും ഈ കാര്യം നമുക്കും അതുപോലെ തന്നെ ഏറ്റെടുത്തുകൂടാ എന്ന് ചോദ്യം. അവിടെ ഒരു കാര്യം, അത് അമേരിക്കയിലാണെങ്കിലും മറ്റ് ഇതര രാജ്യങ്ങളിലാണെങ്കിലും ഒരു വാക്സിൻ, ഫൈസർ വാക്സിൻ ഉപയോഗിക്കുന്നത് 30 മൈക്രോഗ്രാമാണ്, മോഡേണയിൽ 100 മൈക്രോഗ്രാമാണ്. ഈ രണ്ടിൻ്റെയും ഡോസിന് അനുപാതികമായിട്ടാണ് മയോകാർഡൈറ്റിസ് വന്നിരിക്കുന്നത്. 100 മൈക്രോഗ്രാം ഉള്ള മോഡേണയ്ക്ക് ഇൻസിഡൻസ് കൂടുതലായിരുന്നു. ഇതിന് രണ്ടിൻ്റെയും രണ്ടാമത്തെ ഡോസിനാണ് കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അഡോളസൻസിനാണ്, ആൺകുട്ടികൾക്കാണ്. അത്ര രീതിയിലാണ് മയോകാർഡൈറ്റിസിൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും മാറി പഴയ രീതിയിലേക്ക് സുഖപ്രദമായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് വാക്സിൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറയും. പക്ഷേ അതൊരു ശരിയായ രീതിയാണോ? ഒരു ട്രാൻസിയൻ്റ് മയോകാർഡൈറ്റിസ് ഉള്ള കേസ് കുറച്ച് കാലമെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് സ്ഥായിയായിട്ടുള്ള എന്തെങ്കിലും മയോകാർഡിയൽ ഡാമേജ് നിലനിന്നിരുന്നോ എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. സത്യത്തിൽ അത്രയൊന്നും ആവശ്യമില്ലാത്ത എന്ന് പറയാം, അധിക രോഗതീവ്രത ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ വാക്സിൻ വേണമെന്ന് പറയുമ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ അങ്ങേയറ്റം വരെ പോകേണ്ടതുണ്ട്. ഏതാനും എണ്ണത്തിൽ മാത്രമല്ല, പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് അറ്റ്ലീസ്റ്റ് ഫോർ ഒരു സേഫർ പീരീഡ് ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അത് കാലങ്ങൾ കഴിയുമ്പോഴാണ് തികച്ചും സുരക്ഷിതത്വം ഉണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോൾ അതേത് മറ്റൊരു രാജ്യത്തും അത് അത്തരത്തിലുള്ള വാക്സിനേഷൻ എടുക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. അതിൻ്റെ ഫോളോ അപ്പ് എന്തായിരുന്നു നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തിരികെ അതൊരു mRNA വാക്സിനാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മറ്റൊരു വാക്സിനാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നതിന് നമുക്കറിയാം, സൈക്കോവ്ഡി എന്ന ഒരു DNA പ്ലാറ്റ്ഫോമിലുള്ള ഒരു വാക്സിൻ വരുന്നു. അത് ആയിട്ടില്ല. കിൽഡ് വാക്സിനാണ് നമ്മൾ, ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനാണ് നമ്മളിപ്പം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോഴും ഈ ഒരു വസ്തുതകൾ പ്രസക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും 5 തൊട്ട് 11 വയസ്സ് വരെയുള്ള കുട്ടികളിലും വാക്സിനേഷൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കെന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പഠനങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് അതിൻ്റെ പരിമിതികൾ മനസ്സിലാവുന്നത്. ഈ പറഞ്ഞ 5 തൊട്ട് 11 വയസ്സ് വരെയുള്ള അവരുള്ള പഠനങ്ങളിൽ ആദ്യഘട്ടത്തിൽ 16 കുട്ടികളുള്ള 3 ബാച്ചസ്. അതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പിന് 30 മൈക്രോഗ്രാം, മറ്റൊന്ന് 20 മൈക്രോഗ്രാം, മറ്റൊരു ഗ്രൂപ്പിന് 10 മൈക്രോഗ്രാം അങ്ങനെ കൊടുത്തപ്പോൾ ഈ പറഞ്ഞ 30 മൈക്രോഗ്രാം കൊടുത്ത കുട്ടികളിൽ ചിലർക്ക് അഡ്വേഴ്സ് ഇവൻസ് ഉണ്ടാവുകയും ഒടുവിൽ 10 മൈക്രോഗ്രാം കൊടുക്കാൻ തീരുമാനിക്കുകയും ആ പഠനം ഏതാണ്ട് 1500 കേസും 700 ചില്ലുവാനും കൺട്രോൾസും 2000-ന് മേലെ കുട്ടികളിൽ മാത്രമാണ് ആ പഠനം നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് അവർ ആ പ്രായത്തിൽ കൊടുത്തു പോകുന്നത്. പക്ഷേ അതൊക്കെയും കുറച്ചുകൂടി പ്രൊലോങ്ഡ് ഒരു ഫോളോ അപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് തികച്ചും സുരക്ഷിതമാണ് എന്ന് നമുക്ക് പറയാനാവുള്ളൂ. ഇനി പറയാം, നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആൻറ്റിജൻ എതിരെയുള്ള വാക്സിനല്ല. നമുക്കറിയാം, ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ ഈ സ്പൈക്ക് പ്രോട്ടീന് എതിരെ പല പ്ലാറ്റ്ഫോമിൽ വികസിപ്പിച്ചിട്ടുള്ളതാണ്. വെക്ടർ വാക്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആസ്ട്രസെനിക്ക വാക്സിൻ, നമ്മുടെ കോവിഷീൽഡ്, അതുപോലെ സ്പുട്നിക് വാക്സിൻ, ജോൺസൺ വാക്സിൻ. അപ്പോൾ മറ്റൊരു രീതിയിൽ ഉള്ള പ്രോട്ടീൻ കോൺജുഗേറ്റ് ആണ് നോവോവാക്സ് എന്ന് പറയുന്നത്. കിൽഡ് വാക്സിന് ആണ് നേരത്തെ തന്നെ ചൈന വാക്സിൻ, സൈനോഫാം, സൈനോവാക് ഒക്കെ. പിന്നെ നമ്മുടെ ഭാരത് ബയോടെക് കിൽഡ് വാക്സിനാണ്. അപ്പോൾ ഇതിൽ ഒരു ആൻറ്റിജൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള വാക്സിനുകളാണ് പലതും. അപ്പോൾ ഈ വാക്സിൻ ഏറെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഏറെയൊന്നും ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയൊന്നും ഈ പറഞ്ഞ MIS ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോയിക്കൂടാ? അവിടെയാണ് ഒരു ചോദ്യം, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം വരുന്നത്. നമ്മൾ
ഭാരത് ബയോടെക് ഉപയോഗിക്കുന്നത് കിൽഡ് വൈറസാണ്. അതായത് ഒരു വൈറസ് മുഴുവനായിട്ടും, ഒരു സ്പൈക്ക് പ്രോട്ടീൻ മാത്രമല്ല, ഒരുപാട് ഒരു ലക്ഷക്കണക്കിനുള്ള ആൻറ്റിജനുകൾ അതിലുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 2000-ഓളം കുട്ടികളിൽ കോവിഡ് പോസിറ്റീവ് ആകുമ്പം അതിലൊരു കുട്ടി ഈ പറഞ്ഞ രീതിയിൽ പ്രതികരിക്കുകയും MIS-യിലേക്ക് പോകുന്നു എന്ന് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഈ കുട്ടികളിൽ എന്തോ ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ, നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത എന്തോ ഒരു കാര്യം ഇവൻ്റെ പ്രതിരോധ ഘടകം മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാൻ ഇടയാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ MIS ഉണ്ടാവുന്ന ഈ തീവ്രാവസ്ഥയിലേക്ക് പോകുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയില്ല. അത് ചിലപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ എതിരെ ഉള്ള ആൻറ്റിബോഡിക്ക് ഇല്ലായിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാധ്യത ഒരുക്കുന്നത് വൈറസ് തന്നെ മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഈ ഹോസ്റ്റുകളിൽ ചിലർ മാത്രം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുമ്പോൾ, ഈ വൈറസിൻ്റെ കിൽഡ് വൈറസിൻ്റെ SH ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഒരാളുടെ പ്രതിരോധ വ്യവസ്ഥ അതിനെതിരെ അതേ രീതിയിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ഒരു ചോദ്യം വരും, കുട്ടികളുടെ ഇടയിൽ ഈ വാക്സിൻ പഠനം നടത്തിയിട്ടാണല്ലോ ഇങ്ങനെ നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പഠനത്തെക്കുറിച്ച് ഈ പറഞ്ഞ നമ്മുടെ ഇടയിൽ ഇപ്പം എമർജൻസി യൂസ് അപ്രൂവൽ വന്നിരിക്കുന്ന 2 വാക്സിനുകളുടെ പഠനങ്ങളാണ്. അതിൽ ആദ്യം വന്നത് സൈക്കോവ് ഡി എന്ന് പറഞ്ഞ വാക്സിന്, അതിൽ 1270ഓളം പേരിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. കോവാക്സിൻ നമ്മൾ അറിയാം 26,000-ഓളം ആളുകളിൽ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എമർജൻസി യൂസ് അപ്രൂവൽ അണ്ടർ ക്ലിനിക്കൽ മോഡ് ജാനുവരി 2021 ജാനുവരിയിൽ തുടങ്ങിയിരിക്കുന്നതൊക്കെ എൻ്റെ കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഏത് രീതിയിലാണ് ഈ പഠനം നമ്മൾ നടന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. ഇതാണ് പഠനം. മെയ് 26-ന് തുടങ്ങുന്നു. എസ്റ്റിമേറ്റഡ് പ്രൈമറി കംപ്ലീഷൻ ആഗസ്റ്റ് 15-ന്, പഠനം കംപ്ലീഷൻ ഡേറ്റ് ജാനുവരി 25, 2022. അതെങ്ങനെയാണ് പഠനം നടത്തിയിരിക്കുന്നത്? 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള 175 കുട്ടികൾ, 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള 175 കുട്ടികൾ, 2 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള 175 കുട്ടികൾ, മൊത്തം 525 കുട്ടികളിൽ കോവാക്സിൻ 2 ഡോസ് കൊടുക്കുന്നു. അതിൽ ഡോസ് മോഡിഫിക്കേഷൻ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇതേ ഡോസ് തന്നെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 4 ആഴ്ചകൾക്കിടയിലുള്ള 2 ഡോസുകൾ കൊടുക്കുന്നു. ആ 2 ഡോസുകൾ ഇത്രയും കുട്ടികൾ കൊടുത്തിട്ട് പ്രതിരോധ ഘടകങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ആർക്കും പ്രത്യേകിച്ചൊരു കുഴപ്പമില്ല എന്നുള്ള നിഗമനത്തിൻ്റെ മേലെയാണ് നമ്മൾ ഈ വാക്സിൻ സുരക്ഷിതമാണ് എന്നുള്ള നിഗമനത്തിലെത്തിയിട്ടുള്ള നമ്മൾ കൊടുക്കാൻ പോകുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വൈറസിന് ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഏകദേശം 2000 പേരിൽ ഒരാളാണ് ഇത്തരത്തിലുള്ള രീതിയിൽ പ്രതികരിച്ച് തീവ്രാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അത്തരം ഒരാളിൽ ഈ വാക്സിൻ ഇതേ രീതിയിൽ തന്നെ ഹോൾ സെൽ കിൽഡ് വാക്സിനാണ്. ചിലപ്പം പ്രതികരിച്ചേക്കാം. നമ്മളറിയും ഈ പ്രതിരോധ ഘടകങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള കുട്ടികളിലാണ് ഇത് വരുന്നത്. അപ്പം സമാനമായ രീതിയിൽ തന്നെ MIS-യിലേക്ക് ചിലപ്പം ഇത്തരത്തിലുള്ള ഒരു കിൽ വൈറസും നീങ്ങേക്കാനുള്ള സാധ്യതയില്ല. അവിടെ ചെറിയൊരെണ്ണം 175 പേരിൽ കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് പറയുന്നത് മതിയാവുമോ? അപ്പോൾ 2000-ൽ ഒരാൾക്ക് മാത്രം ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഉണ്ടായില്ല. കാരണം 175 ആളുകളിൽ പരീക്ഷിച്ചിട്ട് അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പോരായ്മയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്
ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണ്. കിൽഡ് വാക്സിൻ, സൈനോവാക്, സൈനോഫാമിൻ്റെ കാര്യങ്ങളൊക്കെ UAE നേരത്തെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പഠനങ്ങൾ അവിടെ ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചത്, എത്ര തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ, അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനിലെ പ്രതികരണങ്ങൾ ഫോളോ അപ്പ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ കിൽഡ് വാക്സിനെതിരെയുള്ള പ്രതികരണങ്ങളെ പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം അതിലൊരു കുഴപ്പമില്ലെങ്കിൽ നമുക്കെന്താ അല്ല, അവിടെയും ഒരു ചെറിയ കാര്യമുണ്ട്. ഈ നമ്മുടെ ഉപയോഗിക്കുന്ന വാക്സിൻ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സൈനോഫാമിൻ്റെയോ സൈനോവാക്കിൻ്റെയോ മാതിരിയല്ല. ഭാരത് ബയോടെക്കിൻ്റെ വാക്സിൻ്റെ അഡ്ജുവൻ്റ് ഒന്നുകൂടി ബെറ്റർ അഡ്ജുവൻ്റാണ്. ശരിയാണത്. അത് നന്നായിട്ടും സെൽമേറ്റ് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രതിരോധം നീണ്ടു നിൽക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ആളുകളിലോ കുറച്ച് നാളുകളിലേക്കോ ഉള്ള ഫോളോ അപ്പും ഉണ്ടാവുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഒടുക്കം മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ സീറോ പ്രിവാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെൽറ്റ വേവിന് ശേഷം ഓരോ സീറോ പ്രിവാലൻസും നമുക്ക് കൂടിക്കൂടി വരുന്ന, ഇപ്പം മിക്കവാറും 90% മേലെയുള്ള കുട്ടികളിലേക്ക് ഈ വൈറസ് എത്തിയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ഒമൈക്രോൺ വരുന്നത് തടയാനാണ്. അപ്പോൾ ഒമൈക്രോണിൻ്റെ ഇവേഷന് ചിലപ്പം കോവാക്സിൻ കൊടുത്തിട്ടില്ല, അത് ഫലം ചെയ്യും. അപ്പോൾ അവിടെ ചില വാദങ്ങളുണ്ട്. ഒന്ന്, ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ്റെ എഫിക്കസി അത് ഇനീഷ്യലി 78.7% എന്ന് പറഞ്ഞു, പിന്നീട് പലപ്പോഴും 52%ലേക്ക് താഴെയാണ് എഫിക്കസി എന്ന് പറയുന്നു. അപ്പോൾ ഡെൽറ്റ വേവിനേക്കാളും താഴെയായിരിക്കാനാണ് സാധ്യത ഒമൈക്രോണിനെതിരെ ഈ എല്ലാ വാക്സിനുകളുടെയും. അപ്പോൾ അത് എത്രമാത്രം ഫലം ചെയ്യും ഇതിനെതിരെ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ പലരും പറയുന്നത് പോലെ ഒമൈക്രോൺ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. ചിലപ്പോഴെങ്കിലും ഇത് ഒരു ലൈവ് അറ്റീനുവേറ്റഡ് വൈറസ് പോലെ അങ്ങ് എല്ലാവരിലേക്കും പകർന്ന് ഒരു വാക്സിൻ പോലെ തന്നെ പ്രതിരോധം നൽകിയേക്കാനുള്ള സാധ്യതകളുണ്ട്. സൗത്ത് ആഫ്രിക്കയിലുള്ള പല പഠനങ്ങളും ഇപ്പം വരുന്നുണ്ട്. അവിടെ ഈ ഒമൈക്രോൺ ചെന്നെത്തിയിരിക്കിടങ്ങളിൽ ഒമൈക്രോണിനെതിരെ മാത്രമല്ല, ലക്ഷണങ്ങളില്ലാതെ ഒരുപാട് പേരിലേക്ക് പ്രതിരോധം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അത് ഡെൽറ്റ വേരിയൻറ്റിനെതിരെയും പ്രതിരോധം നൽകുന്നതെന്ന്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ഇതെല്ലാവരിലെയും എത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ വളരെ ലാഘവബുദ്ധിയോടെ കാണണമെന്നല്ല, എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാവണം. കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് പോകണം. അപ്പോൾ ആശുപത്രികളിൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുക തന്നെ വേണം, ലാഘവബുദ്ധിയോടെ കാണരുത്. പക്ഷേ പലതുകൊണ്ടും ഇത് നമ്മൾ ഡെൽറ്റ വേവിന് അടക്കമുള്ള പ്രതിരോധം നൽകിക്കൊണ്ട് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ മുമ്പോട്ടേക്ക് പോകാനാണ് ഈ ഒമിക്രോൺ വേവ് സഹായിക്കും എന്നാണ് കരുതുന്നത്.